ഹായ് ഫ്രണ്ട്സ്, NSN ജോബ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത് കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡിന്റെ അതായത് KSDPLന്റെ പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. വിവിധ തസ്തികകളിലായി ട്രെയിനി റിക്രൂട്ട്മെന്റ് തസ്തികയിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി 21 വൈകുന്നേരം 5 മണി വരെയാണ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. തസ്തിക, ഒഴിവുകൾ, യോഗ്യത, ഓരോ മാസവും കിട്ടുന്ന സ്റ്റൈഫൻഡ് എന്നീ ക്രമത്തിലാണ് ഇനി പറയുന്നത്. ഒന്നാമത്തത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഒഴിവുകൾ 2. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ BTech അല്ലെങ്കിൽ MTech ഫസ്റ്റ് ഇയറിൽ 15,000 രൂപ വീതം സ്റ്റൈഫൻഡ് കിട്ടും. സെക്കൻഡ് ഇയറിൽ 17,000 രൂപ വീതവും തേർഡ് ഇയറിൽ 20,000 രൂപ വീതവും ഓരോ മാസം നിങ്ങൾക്ക് സ്റ്റൈഫൻഡായി ലഭിക്കുന്നതാണ്. അടുത്തതായിട്ട് വരുന്നത് ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ്, വേക്കൻസി 2. ഇൻസ്ട്രുമെന്റേഷനിൽ BTech അല്ലെങ്കിൽ MTech ആണ് യോഗ്യത വരുന്നത്. ഫസ്റ്റ് ഇയറിൽ 15,000 രൂപയും സെക്കൻഡ് ഇയറിൽ 17,000 രൂപയും തേർഡ് ഇയറിൽ 20,000 രൂപയുമാണ് സ്റ്റൈഫൻഡ്. മൂന്നാമത് വരുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്, ഒഴിവുകൾ 2. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ BTech അല്ലെങ്കിൽ MTech ഫസ്റ്റ് ഇയറിൽ 15,000 രൂപയും സെക്കൻഡ് ഇയറിൽ 17,000 രൂപയും തേർഡ് ഇയറിൽ 20,000 രൂപയും സ്റ്റൈഫൻഡ് ലഭിക്കുന്നതാണ്. അടുത്തത് കെമിക്കൽ എഞ്ചിനീയറിംഗ്, വേക്കൻസി 4. കെമിക്കൽ എഞ്ചിനീയറിംഗിൽ BTech അല്ലെങ്കിൽ MTech ആണ് യോഗ്യത. ഫസ്റ്റ് ഇയറിൽ 15,000 രൂപയും സെക്കൻഡ് ഇയറിൽ 17,000 രൂപയും തേർഡ് ഇയറിൽ 20,000 രൂപയും സ്റ്റൈഫൻഡായി ലഭിക്കും. അടുത്തത് കമ്പ്യൂട്ടർ സയൻസ് ആണ്, ഒഴിവുകൾ 2. കമ്പ്യൂട്ടർ സയൻസിൽ BTech അല്ലെങ്കിൽ MTech ആണ് യോഗ്യത വരുന്നത്. ഫസ്റ്റ് ഇയറിൽ 15,000 രൂപയും സെക്കൻഡ് ഇയറിൽ 17,000 രൂപയും തേർഡ് ഇയറിൽ 20,000 രൂപയുമാണ് ലഭിക്കുക. അടുത്ത ഒഴിവ് MSc മൈക്രോബയോളജി, വേക്കൻസി 2 ആണുള്ളത്. മൈക്രോബയോളജിയിൽ MSc ബിരുദം. ഫസ്റ്റ് ഇയറിൽ 15,000 രൂപയും സെക്കൻഡ് ഇയറിൽ 17,000 രൂപയും തേർഡ് ഇയറിൽ 20,000 രൂപയുമാണ് സ്റ്റൈഫൻഡ്. അടുത്ത ഒഴിവ് MPharm അല്ലെങ്കിൽ BPharm, വേക്കൻസി 4 ആണ്. അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നും BPharm അല്ലെങ്കിൽ MPharm ബിരുദമാണ് വേണ്ടത്. ഫസ്റ്റ് ഇയറിൽ 15,000 രൂപയും സെക്കൻഡ് ഇയറിൽ 17,000 രൂപയും തേർഡ് ഇയറിൽ 20,000 രൂപയുമാണ് സ്റ്റൈഫൻഡ് ലഭിക്കുക. അടുത്ത ഒഴിവ് MBA ഫൈനാൻസ്, വേക്കൻസി 1. ക്വാളിഫിക്കേഷൻ MBA ഇൻ ഫൈനാൻസ്. ഫസ്റ്റ് ഇയറിൽ 15,000 രൂപ, സെക്കൻഡ് ഇയറിൽ 17,000 രൂപ, തേർഡ് ഇയറിൽ 20,000 രൂപയാണ് സ്റ്റൈഫൻഡ് ലഭിക്കുക. അടുത്ത ഒഴിവ് ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഒഴിവുകൾ 2. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ ഫസ്റ്റ് ഇയറിൽ 12,000 രൂപയും സെക്കൻഡ് ഇയറിൽ 14,000 രൂപയും തേർഡ് ഇയറിൽ 16,000 രൂപയുമാണ് സ്റ്റൈഫൻഡ് ലഭിക്കുക. അടുത്ത ഒഴിവ് വരുന്നത് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഒഴിവുകൾ 2. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമയാണ് യോഗ്യത വരുന്നത്. ഫസ്റ്റ് ഇയറിൽ 12,000 രൂപയും സെക്കൻഡ് ഇയറിൽ 14,000 രൂപയും തേർഡ് ഇയറിൽ 16,000 രൂപയുമാണ് സ്റ്റൈഫൻഡ് ലഭിക്കുക. അടുത്തത് ഡിപ്ലോമ ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആണ്, വേക്കൻസി 1. ഫയർ ആൻഡ് സേഫ്റ്റിയിൽ ഡിപ്ലോമയാണ് യോഗ്യത വരുന്നത്. ഫസ്റ്റ് ഇയറിൽ 12,000 രൂപയും സെക്കൻഡ് ഇയറിൽ 14,000 രൂപയും തേർഡ് ഇയറിൽ 16,000 രൂപയും സ്റ്റൈഫൻഡ് ലഭിക്കും. അടുത്ത ഒഴിവ് ഡിപ്ലോമ ഇൻ പ്ലാസ്റ്റിക് ടെക്നോളജി, ഒഴിവുകൾ 2. പ്ലാസ്റ്റിക് ടെക്നോളജിയിൽ ഡിപ്ലോമയാണ് യോഗ്യത വേണ്ടത്. ഫസ്റ്റ് ഇയറിൽ 12,000 രൂപയും സെക്കൻഡ് ഇയറിൽ 14,000 തേർഡ് ഇയറിൽ 16,000 രൂപയുമാണ് സ്റ്റൈഫൻഡ് ലഭിക്കുക. അടുത്തതായി വരുന്നത് AC മെക്കാനിക്, ഒഴിവുകൾ 2. AC മെക്കാനിക്കിൽ ITI സർട്ടിഫിക്കറ്റ് ആണ് യോഗ്യതയായി കണക്കാക്കുന്നത്. ഫസ്റ്റ് ഇയറിൽ 10,000 രൂപയും സെക്കൻഡ് ഇയറിൽ 11,000 രൂപയും തേർഡ് ഇയറിൽ 12,000 രൂപയുമാണ് സ്റ്റൈഫൻഡ് ലഭിക്കുക. നെക്സ്റ്റ് വരുന്നത് ബോയിലർ ഓപ്പറേറ്റർ ആണ്, വേക്കൻസി 3 എണ്ണമുണ്ട്. ബോയിലർ അറ്റൻഡന്റ് എക്സാമിനേഷനിൽ ITI പാസ്സായിരിക്കണം. B ക്ലാസ് ആണ് വേണ്ടത്. ഫസ്റ്റ് ഇയറിൽ 10,000 രൂപയും സെക്കൻഡ് ഇയറിൽ 11,000 രൂപയും തേർഡ് ഇയറിൽ 12,000 രൂപയുമാണ് സ്റ്റൈഫൻഡ് ലഭിക്കുക. ഇങ്ങനെ 14 തസ്തികകളിലായി 31 ഒഴിവുകളാണുള്ളത്. ഈ തസ്തികകളിലൊക്കെ അപേക്ഷിക്കേണ്ട പ്രായപരിധി 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ്. അതേപോലെ SC ST OBC എന്നീ വിഭാഗക്കാർക്ക് നിയമാനുസൃതമായ വയസ്സിളവ് ലഭിക്കുന്നതാണ്. ഇനി ഉദ്യോഗാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് പറയുന്നത്. ട്രെയിനിങ്ങിന് റിപ്പോർട്ട് ചെയ്യുന്ന സമയം മുതൽ 3 വർഷത്തേക്കാണ് ട്രെയിനിങ് പീരീഡ്. ആദ്യ വർഷത്തെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും അടുത്ത വർഷത്തേക്ക് തുടർന്നുള്ള ട്രെയിനിങ് ഉണ്ടാവുക. ഇനി ട്രെയിനിങ് പോസ്റ്റിംഗ് നിങ്ങൾക്ക് കിട്ടുന്നത് ആലപ്പുഴ ജില്ലയിലെ KSDPL കലവൂർ ആണ്. ഇതിന് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. നിങ്ങൾ ഓൺലൈനായിട്ട് ഈ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എല്ലാ ഫീൽഡും കൃത്യമായിട്ട് പൂരിപ്പിക്കേണ്ടതാണ്. അപേക്ഷിക്കുന്ന സമയത്ത് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. തിരഞ്ഞെടുക്കുന്നതിനുള്ള ഇൻറ്റിമേഷൻ ഇമെയിൽ വഴിയോ അല്ലെങ്കിൽ ഫോൺ കോൾ വഴിയോ അല്ലെങ്കിൽ SMS വഴിയോ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. ഓൺലൈൻ അപേക്ഷ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുകയാണെങ്കിൽ സഹായത്തിനായി വിളിക്കേണ്ട ഫോൺ നമ്പർ ഉണ്ട്. ഫോൺ നമ്പർ പറയാം: 0471 23 20 101. ഇനി ഒരു നമ്പർ കൂടെ ഉണ്ട്, 237 250. എന്നീ നമ്പറുകളിൽ രാവിലെ 10 മുതൽ
വൈകിട്ട് 5 മണി വരെ വർക്കിംഗ് ഡേയിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഇനി അത്യാവശ്യമായിട്ടും പറയേണ്ട ഒരു പോയിന്റ്, ഏജിന്റെ കട്ട് ഓഫ് ഡേറ്റ് തന്നിട്ടുണ്ട്. അത് 1/2/2025 അതായത് ഫെബ്രുവരി 1/2025. ഓൺലൈനായി അപേക്ഷ അയക്കേണ്ട വെബ്സൈറ്റ് www.cmd.kerala.gov.in. ഇനി നിങ്ങൾക്ക് ലാസ്റ്റ് ഡേറ്റ് ഓർത്തിരിക്കുക. അപേക്ഷ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഫെബ്രുവരി 21 വൈകിട്ട് 5 മണി വരെയാണ്. ഇത്രയുമാണ് ഈ നോട്ടിഫിക്കേഷനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ജോലി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.